ഇപ്പോഴും കുറേ ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ എക്വിറ്റീസ് അത് റിസ്ക് അല്ലേ, അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോകില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവർ മിക്കവാറും കേട്ടിട്ടുണ്ടാവാം ട്രേഡിംഗ്, ഇപ്പോൾ ഇന്ന് കാലത്ത് മേടിച്ച് വൈകുന്നേരം ഇൻട്രാ ട്രേഡിംഗ്, അതല്ലെങ്കിൽ കുറേ ഓഹരി തട്ടിപ്പ് പറഞ്ഞിട്ട് പേപ്പറിൽ കാണാമല്ലോ. ഇവർ അതാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ വളരെ ഓത്തൻറ്റിക് ആയിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള അഡ്വൈസ് ത്രൂ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇതുവരെയുള്ള ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററി പ്രകാരം പ്രോഫിറ്റേ കൊടുത്തിട്ടുള്ളൂ. വേരിയേഷൻസ് ഒക്കെ വരും, പക്ഷേ ലോങ് ടൈമിലേക്ക് നല്ല റിട്ടേൺ കൊടുക്കുന്ന എക്കണോമിയാണ് ഇന്ത്യൻ എക്കണോമി. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ന്യൂസ്. ഈ NSEയിൽ SBI ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തത് അവർക്ക് കിട്ടിയ പെർ ഷെയറിന് ₹1.80 ഇന്ന് 2000 രൂപയാണ് ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ്. അപ്പോൾ മാർക്കറ്റ് ലിങ്ക്ഡ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മ്യൂച്വൽ ഫണ്ട്സ്. എല്ലാവർക്കും ചെയ്യാം. നിലവിൽ ഒരു ജോലിയുണ്ട്, ഒരു ഇൻകം ഉള്ള ഒരു വ്യക്തി നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ഡിഫറെന്റ് ബാസ്ക്കറ്റിൽ ഒരു ബാസ്ക്കറ്റാണ് മ്യൂച്വൽ ഫണ്ട്സ്. ഒരു പോർഷൻ ഓഫ് യുവർ സേവിങ്സ് അത് നിങ്ങൾക്ക് മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോട് സംസാരിച്ച് ചെയ്യുക. ചിന്തിക്കുമ്പോൾ എപ്പോഴും ലോങ് ടേമിലേക്ക് ചിന്തിക്കുക, അല്ലാണ്ട് 3 കൊല്ലം 5 കൊല്ലം ആ രീതിയിൽ ചിന്തിക്കരുത്. മിനിമം ഒരു 7 ഇയേഴ്സെങ്കിലും ചിന്തിക്കുക. SIPs എങ്ങനെ ചെയ്യണം, ലംസം എങ്ങനെ ചെയ്യണം, നല്ല ഫണ്ടുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ അറിയാനായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഒരു മടിയും വിചാരിക്കേണ്ട. ഓക്കെ, താങ്ക് യു.